സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷം മാറിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. വന്ധ്യതാ ക്ലിനിക്കുകൾ പണ്ടത്തെ പോലെ ഇതേപോലെ വന്ധ്യതാ ക്ലിനിക്കുകൾ ഒരു ബിസിനസ്സായി മാറിയിട്ടുള്ള കാലഘട്ടത്തിലാണ്. നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ശ്വസിക്കുന്ന വായുവിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വന്ധ്യതാ ക്ലിനിക്കുകൾ നിർദ്ദേശിച്ചു വെച്ചുകൊണ്ടിരിക്കുക. നമുക്കുള്ള പല പല ആശുപത്രികൾ നമ്മൾ പണ്ടക്കാലം ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടോ ഭയപ്പെട്ട് നമ്മളാരും നടത്തിയിട്ടില്ല. ഒരുപാട് ആളുകൾ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായ പ്രശ്നമില്ല. ആശുപത്രി പോകുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസിന് വേണ്ടി എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുന്നതാണ് മനുഷ്യന്. പക്ഷേ ആരോഗ്യ ഇൻഷുറൻസ് തെറ്റാണ്. കാരണം ഏത് സമയം നമ്മൾ പോകുന്നത് ആശുപത്രിയിലേക്കാണ് എന്നുള്ള കാരണം. പക്ഷെ അതൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു 20 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളെ നമ്മൾ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യാൻ ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ വീട് വൃത്തിയാക്കാൻ തീരുന്ന പ്രശ്നം നാട്ടിലുള്ളൂ. നമ്മളെ വീട് ഒറ്റ കൺസെപ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളില്ല. നമ്മൾ കുന്നമംഗലത്തിൽ ഒരു മുട്ടായി കടലാസ് പോലും വലിച്ചെറിയാൻ സംസ്കാരത്തിലേക്ക് കുന്നമംഗലം കൊണ്ടുവരാൻ വേണ്ടി പരിപാടികൾ നടത്തി വരുന്നുണ്ട്. കുടുംബശ്രീകൾക്കും ഹരിത ഭവനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ നടക്കുന്നുണ്ട്, ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 6 മാസങ്ങൾ കൊണ്ട് സ്കൂളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് A+ വാങ്ങൽ മാത്രമല്ല, അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അക്കാഡമിക്കൽ വാങ്ങുന്ന വിദ്യാഭ്യാസം മാത്രമല്ല, ജീവിതത്തിലെ A+ വാങ്ങുന്ന രീതിയിലേക്ക് കുട്ടികളെ പരിവർത്തനം ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ വരും നാളുകളിൽ നിങ്ങൾ കണ്ടുപിടിച്ച് കാരണം ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായ സഹായം മനസ്സ് ഞങ്ങളവിടെ മാത്രം നിങ്ങളുടെ ആരോടും ഞങ്ങൾ അനാവശ്യമായി രൂപ ചോദിക്കാൻ വരില്ല, ഒരു കാര്യം പിരിയണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സും ഞങ്ങൾ പറയുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിയാൽ അത് ഞാൻ നടപ്പിലാക്കും എന്നുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടൊരു പിന്തുണ ഉണ്ടായി കഴിഞ്ഞു കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ആശുപത്രിവാസം കുറയുന്ന മറ്റ് രോഗങ്ങൾ കുറയുന്ന രീതിയിലേക്ക് നമ്മൾ പണ്ട് എല്ലാ വർഷവും ഉണ്ടാവുക മഴക്കാലപൂർവ്വ ശുചീകരണം. നമ്മൾ പറയുന്നത് അതിന്റെ അർത്ഥം തന്നെ തെറ്റാണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത തവണ നോക്കുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണം, അതായത് മഴക്കാലപൂർവ്വ ശുചീകരണം വേണ്ടി വരുന്നത് മഴക്കാലത്തിന് മുമ്പ് നമ്മൾ ശുചീകരണ പ്രവർത്തനം നടത്താത്തത് കൊണ്ടാണ്. സ്ഥിരമായി ശുചീകരണ പ്രവർത്തനം നടത്തിയല്ലാതെ മഴക്കാലം വരുമ്പോൾ മാത്രമുള്ള ശുചീകരണ പ്രവർത്തനം എന്നുള്ളത് തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിൽ നൽകുന്നത്. കാരണം മഴക്കാലമായി വരുമ്പോൾ ഇന്ന് നന്നാക്കുക, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നന്നാക്കുക, ഒക്ടോബർ 3 വലിച്ചെറിയുക. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നന്നാക്കുക, ഒക്ടോബർ 3 വലിച്ചെറിയുക. മത്സ്യദിനത്തിൽ ഒരു തൈ വെക്കുക, പിറ്റേന്ന് 10 തൈകൾ കുറിച്ച് മാറ്റപ്പെടുക. അങ്ങനെയുള്ളവരെല്ലാം നമ്മൾ ചെയ്യുന്ന നീതിപൂർവ്വം അല്ലാത്ത എന്തൊക്കെയോ ഒരു നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ആർട്ടിഫിഷ്യലായി പോകുന്നത്. അതായത് ഒരു എന്താണ് പറയുക, ആർട്ടിഫിഷ്യൽ മലയാള ഭാഷ പറഞ്ഞാൽ കിട്ടുന്നില്ല. ആർട്ടിഫിഷ്യലായി പോകുന്ന സാധനങ്ങൾ നമുക്ക് അതൊന്ന് മാറ്റിയെടുക്കണം. നമ്മൾ എല്ലാവരും കൂടി വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചോദിക്കുമ്പോൾ എറിയുമ്പോൾ നമ്മൾ ചില സ്കൂളുകൾ നമ്മൾ അൺഎയ്ഡഡ് സ്കൂളിൽ ചില കുട്ടികൾ എല്ലാ വർഷവും ഒരു പിടിച്ചതയ്യും പുസ്തകസഞ്ചയം എന്ന പരിപാടിയുടെ ജീവ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പരമഭരണ കിറ്റുകൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്നും അധികം ആ ചടങ്ങ് നമുക്കുണ്ട്, അതിന് ഉദ്ഘാടനം കഴിഞ്ഞു. അതുപോലെ തന്നെ KP അച്ഛേട്ടന് ഒരു ഓർമ്മ ദിനം അല്ലെങ്കിൽ അനുസ്മരണം എന്ന രീതിയിലുള്ള ചടങ്ങ് കാരണം ഹൃദയത്തിനുള്ളിലുണ്ട്. അതിലുപരി 2 ദിവസം മുന്നേ നമ്മൾ വേൾഡ് വായനാ ദിനമായിരുന്നു. ഇന്ന് തന്നെ നമ്മുടെ യോഗയുടെ യോഗം വരാതെ യോഗ ചെയ്ത് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. സഭയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് സഭയിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് 15 വർഷം കൃത്യമായിട്ട് പറയാം. നേരത്തെ ചെയർമാൻ ഇവിടെ കൃത്യമായി പറഞ്ഞു, ഇവിടെ ഒരു പെൻഷൻ ഞങ്ങൾ നൽകുമ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ അതിനെ പണിക്കണം. പ്രസിഡന്റ് അടക്കം പറഞ്ഞു അത് ഒരുപാട് പണികളുണ്ട്. വടകരയിൽ നിന്ന് ഒരു സുഹൃത്തിൽ നിന്ന് വന്നപ്പോൾ ഒരു കിറ്റ് വാങ്ങുമ്പോൾ അത് ചിലപ്പോൾ അതിന്റെ മൂല്യങ്ങൾ വളരെ കുറവായിരിക്കും, അതിനകത്തുള്ള പുസ്തകങ്ങളുടെ എണ്ണം കുറവായിരിക്കും. പക്ഷേ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും അതിന്റെ മൂല്യം അത് ഏറ്റവും വലുതാണ്. കാരണം എന്തൊക്കെയാണെങ്കിൽ ഇന്ന് കൊടുക്കുന്ന ഈ ചെറിയ നോട്ട് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഒരു പുസ്തകം ഇടുന്ന ഒരു കവറ് അല്ലെങ്കിൽ കുറച്ച് നെയ്സ് ക്ലിപ്പുകൾ അതൊന്നല്ല, നാളത്തെ നാടിന്റെ ഭാവികളായ നിങ്ങൾ നാളെ നമ്മളെല്ലാവരും വിദ്യാർത്ഥികളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു അസുരൻ നിങ്ങളെ കൂടെയുണ്ട്. ലഹരി, രാസലഹരി എന്നൊരു സാധനം നമ്മളെ കൂടെയുണ്ട്. രക്ഷിതാക്കൾ മക്കൾ ശ്രദ്ധിക്കണം. 1 മണിക്കൂർ, അതായത് ഒരു ദിവസത്തിൽ നമ്മൾ കുറച്ച് സമയമെങ്കിലും 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധയോട് കൂടി നിന്ന് അവരുടെ ബാഗുകൾ, അവരുടെ പുസ്തകങ്ങൾ. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ പുസ്തകങ്ങളിൽ മൈൽഫീൽ വെക്കുമായിരുന്നു. കാരണം എനിക്കാണെങ്കിൽ അത് വീണ്ടും പിന്നീട് മക്കളുണ്ടാവും എന്നുള്ളൊരു തെറ്റായ ധാരണ. ഇന്നത്തെ മക്കളിലെ പുസ്തകങ്ങളിലും ബാഗുകളിലും മൈൽഫീലിയല്ല, മുട്ടായികളുമല്ല, മറ്റുള്ള രാസലഹരികൾ ഇവിടെ കൂടുന്ന ആളുകൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ നാളത്തെ ഒരു അസുരൻ സുഹൃത്ത് നമ്മളെ മക്കളിലേക്ക് കയറി വന്നാൽ അത് നമ്മൾ തടയണം. എന്തായാലും വേണ്ടിയില്ല സദയത്തിന് ഇത്ര പ്രവർത്തികളിൽ തുടർന്ന് അങ്ങോട്ട് കൃത്യമായിട്ട് ഒന്നും കൂടി പറയാം. കാരണം ഇന്ന് ഇവിടുന്ന് വാങ്ങുന്ന ഈ പുസ്തകത്തിന് കിറ്റ് വാങ്ങുന്ന വിദ്യാർത്ഥികൾ നാളത്തെ സദയത്തിന് ട്രസ്റ്റ് അംഗങ്ങളാകാനും അവർക്ക് വിധേയമായി തന്നെ തുടർന്ന്
ഓരോ ബുക്കുകൾ കൊടുക്കുവാനും ഓരോ കിറ്റുകൾ കൊടുക്കുവാനും കഴിയട്ടെ. എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട്